അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന ഭാര്യമാർ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നമ്മളെ ഭാര്യമാർ എന്ന് പറയുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളിഷ്ടം എന്താ പറയണ്ടേ, നമ്മളെ മാത്രമേ നോക്കാൻ പറ്റൂ, നമ്മളോട് മാത്രമേ മിണ്ടാൻ പറ്റൂ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സ്ത്രീകൾ എപ്പോഴും ഉണ്ടാവുക. കാരണം അതുമാത്രമല്ല, നമ്മളെപ്പോഴും നമ്മളെ കെയർ ചെയ്യണം. അതുപോലെ ഇപ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ, നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കണം. നമ്മളെ എന്താ പറയണ, ഒന്ന് ഹഗ് ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കിച്ചണിൽ വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്യണം, ബാക്കിലോട്ട് വന്ന് ഹഗ് ചെയ്യണം, ഒരു കിസ്സ് തരണം. ഇങ്ങനെയൊക്കെയാണ് പല ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. പല ഭാര്യമാരെന്നല്ല, അധിക സ്ത്രീകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരാണെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അവർക്ക് ഈ ഒരു ചില ആണുങ്ങന്മാർ ഭയങ്കര റൊമാൻസ് ആയിരിക്കും. പക്ഷേ അധിക ആൾക്കാർക്കും ഭയങ്കര എന്താ പറയണ്ടേ, ഇതൊന്നും പ്രകടിപ്പിക്കാത്തൊരു കൂട്ടത്തിലായിരിക്കും. അവർക്ക് കെയറിങ്ങോ നമ്മളെ കെയറിങ്ങോ അതൊന്നും അവർക്ക് ആവശ്യമില്ല. കാരണം അവർ ആണുങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും ഒരു എന്താ പറയണ്ടേ, ഒരു നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മളെ സപ്പോർട്ടാണ്. നമ്മൾ സപ്പോർട്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു കാര്യത്തിലും അവരെ സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവിലല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സ്ത്രീകളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കെയറിങ്ങും മറ്റുള്ള ഞാൻ സംസാരിച്ച പോലത്തെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുക. പക്ഷേ അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരാണിന് സ്നേഹം കൊടുക്കുക, അല്ലേ? നമ്മളെ ഇങ്ങോട്ടേക്ക് സ്നേഹിക്കേണ്ട, നമുക്ക് തിരിച്ച് കിട്ടാത്ത സാധനങ്ങളാണ് നമ്മൾ അവരിലേക്ക് കാണിക്കുക. നമ്മളെപ്പോഴും നമ്മളിപ്പോൾ അവരെവിടെയെങ്കിലും ജോലിക്ക് പോയി അല്ലെങ്കിൽ പുറത്ത് പോയി, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫോൺ വിളിക്കും. നിങ്ങളെവിടെയാണ് ഉള്ളത്, നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങൾ ആരുടെ കൂടെയുള്ളത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചോ? ഇത് വൈകുന്നേരമായാലും ഉച്ചക്കായാലും ഓരോ ടൈം ടു ടൈം നമ്മൾ വിളിച്ച് അന്വേഷിക്കും. പക്ഷേ അത് എല്ലാ ഭർത്താക്കന്മാരും ആസ്വദിക്കില്ല. അവർക്കൊരു ഡിസ്റ്റർബൻസായി മാറും നമ്മൾ. കാരണം അതിനു മുമ്പായിട്ട് നമ്മൾ ഉമ്മമാർ വിളിക്കുമായിരിക്കും. പക്ഷേ ഉമ്മമാർ വിളിക്കുന്നത് അവർക്ക് ആ ഒരു സ്നേഹം, ആ ഒരു ചെറുതിൽ നമ്മൾക്ക് കേട്ട് വന്ന ഒരു രീതിയുണ്ട്. ആ ഒരു പെട്ടെന്ന് നമ്മളെ രീതിയെന്ന് വിചാരിച്ചാൽ, ഭാര്യ എന്ന് പറയുന്ന ഒരു രീതിയെന്ന് വെച്ചാൽ ഭയങ്കര പൊസസീവായിട്ട് സംസാരിക്കും. നിങ്ങൾ ഇങ്ങനെ വരണം, ഇന്ന് ഇത്ര മണിക്ക് ഇവിടെ എത്തണം, ഇത്ര മണിക്ക് ഇവിടെ പോകണം, ഇന്ന കൂടെ പോകണം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം, അങ്ങനത്തെ ഓരോ രീതികളാണ് ഭാര്യമാർ എന്താ പറയുക സംസാരിക്കുക. അപ്പം അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവും, നമ്മളൊരു ശല്യമായിട്ട് മാറും. പക്ഷെ അങ്ങനെ ആവാതിരിക്കുക. അപ്പം നമ്മൾ ഒരാണിന് ഇമോഷണലി വീക്കായി, ഇമോഷണലി ഭയങ്കര സാഡായി, കാരണം ഒന്നിക്ക് അവരെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അവർ ഡൗണായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ അവരെ നന്നായിട്ട് എന്താ പറയുക, കെയർ ചെയ്യുക. ആ ഒരു സമയത്ത് അവർക്ക് കെയറും സപ്പോർട്ടും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചില ഭാര്യമാരില്ലേ, ആ ഒരു സമയത്ത് എന്നല്ല, ഒരു സമയത്ത് ഒരു സപ്പോർട്ടും കൊടുക്കില്ല, എന്നിട്ട് ആണിനെ മൊത്തം കുറ്റം പറയും. അങ്ങനെ ആവരുത്. എപ്പോഴും അവരെ ഒരു ഡൗണായിട്ട് നിൽക്കുന്നൊരു സമയത്ത് നമ്മളെ മക്കളെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, എങ്ങനെയാണോ ആശ്വസിപ്പിക്കുക, അതുപോലെ അവരെ ആശ്വസിപ്പിക്കുക. തലോടിയിട്ടാണെങ്കിലും ഹഗ് ചെയ്തിട്ടാണെങ്കിലും ഏത് രീതിയിലാണോ അവർക്കൊരു ആശ്വാസം കിട്ടുക, ആ ഒരു ആശ്വാസം നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മൾ വിട്ട് അവരെ തളർത്തരുത്. നമ്മൾ അവരോട് കൂടെ നിൽക്കണം. അതാണ് ഒരു ഭാര്യ എന്ന് പറയുന്നത്. സ്ത്രീകൾ എപ്പോഴും പരാതി പറയും, നമ്മളെന്ത് ചെയ്തിട്ടും അവർക്ക് നമ്മളിൽ ഒരു ആകർഷണമില്ല. നമ്മൾ എന്ത് രീതിയിലായാലും ഒരു ഭക്ഷണമാക്കി കൊടുത്താലും പക്ഷേ അവിടെ നമ്മളെ തെറ്റാണ്. നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർക്ക് ഭയങ്കര പൊസസീവായിരിക്കും. എൻ്റേത് മാത്രമാവണം, എൻ്റേത് മാത്രം, ആ ഒരു ചിന്താഗതിയിലാണ് നമ്മൾ സ്ത്രീകൾ ഓരോ കാര്യങ്ങളും ചെയ്യാനും സംസാരിക്കാനും. അപ്പം അത് ഒരാണിന്
ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കേസാണ്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ മാറ്റുക. നമ്മളെ ഹസ്ബൻഡ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലാണോ നമ്മളാവേണ്ടത്, ആ ഒരു രീതിയിലാവുക. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് നമ്മളോട് ഇഷ്ടം കൂടും. ചില ആൾക്കാർ പറയും എൻ്റെ ഭർത്താവ് ഭയങ്കര എന്താ പറയണ്ടേ, പൊസസീവാണ്, നമ്മളൊന്നും ചെയ്യാൻ വിടൂല, അവിടെ പോയിക്കൂടെ ഇവിടെ പോയിക്കൂടെ അങ്ങനെ പോയിക്കൂടെ ഇങ്ങനെ പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ ഒരു ടൈം ടു പീരിയഡ് ഫസ്റ്റ് അങ്ങനെയൊക്കെ പറയുവാണെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് അതൊക്കെ കേട്ട് നല്ല രീതിക്ക് അവർ പറയുന്ന പോലെയാണ് പോകുന്നതെങ്കിൽ നമ്മളെ ലൈഫ് അടിപൊളിയായിട്ട് പോകും. പിന്നീട് അവർ ആ ഒരു റെസ്ട്രിക്ഷൻസൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈമാണെങ്കിൽ പിന്നീട് അവരത് ഒഴിവാക്കും. അവർക്ക് എന്താ പറയണ്ടേ, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത്രേ ചെയ്യുള്ളൂ, അതിനപ്പുറം പോകില്ല എന്നൊരു വിശ്വാസം അവരിൽ വരും. അപ്പം ആ ഒരു വിശ്വാസം വരുന്നത് വരെ നമ്മൾ ആ ഒരു രീതി, അവരെന്താണോ പറയുന്നത്, അവരെന്താണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു രീതിയിൽ നിൽക്കുക. അപ്പം മറ്റുള്ള ആൾക്കാർ പറയും ഓൻ ഭയങ്കര അങ്ങനെയൊന്നും ഓളെ എവിടെയും വിടൂല, ഓനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഓനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഇതൊക്കെ ഓരോ ഫാമിലി ഓരോ എന്താ പറയുക, വീട്ടിലുള്ള ആൾക്കാരായാലും നമ്മളോട് ഭാര്യമാരോട് പറയും ഓനങ്ങനത്തെ ഇങ്ങനെ. ഇത് കേട്ടിട്ട് നമുക്ക് ദേഷ്യം പിടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിനോട് ചൂടാവാനോ ഒന്നും പാടില്ല. കാരണം നമ്മളെ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്ന ആ രീതി നമ്മളിൽ കാണണം എന്നാണ്. അപ്പം നമ്മൾ അവർ പറയുന്നതാണ് കേൾക്കേണ്ടത്. ആ ഒരു രീതിയിൽ ജീവിച്ചാൽ നമുക്കും അവർക്കും ഒരു പ്രശ്നവും വരില്ല. പറയുന്നവർ പറയട്ടെ, അതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളണ്ട. നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ അവർ പറയുന്നതാണ് കേൾക്കേണ്ടത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കും. പക്ഷെ അവർക്ക് അതൊന്നല്ല വേണ്ടത്. അവർക്ക് ഒന്ന് സമാധാനത്തിലുള്ള ജീവിതമാണ് അവരാഗ്രഹിക്കുക. എന്നൊരു സമാധാനം വേണം, അവർക്ക് സപ്പോർട്ട് വേണം. ഒരു ഡൗണായിട്ട് ഫിനാൻഷ്യലി ആയാലും ഏതൊരു തരത്തിലായാലും ഡൗണായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ കെയറിങ്ങും നിങ്ങൾ കൊടുത്തു നോക്കിയാൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നും. നമ്മൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബീച്ചിൽ പോകണം, കൈ പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ഷോപ്പിങ്ങിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പെട്ടെന്ന് സർപ്രൈസായിട്ട് നമുക്ക് കൊണ്ടുതരണം, അല്ലെങ്കിൽ എന്തൊക്കെ വേണ്ടേ, ഡ്രസ്സായിക്കോട്ടെ, ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കിട്ടണം. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ച് ജീവിക്കുക. പക്ഷേ ഇതൊന്നും ആണുങ്ങളുടെ മൈൻഡിൽ ഇതൊന്നും അല്ല ഉണ്ടാവുക. അവർക്കൊരു സമാധാനത്തിൻ്റെ ലൈഫാണ് അവർക്ക് വേണ്ടത്. അവർ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, അവർക്ക് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വരുന്ന ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഷൗട്ടഡായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം കാണിക്കുകയോ ചെയ്താൽ നമ്മളോട് ഒരിക്കലും ഇഷ്ടം തോന്നില്ല. അപ്പം നമ്മൾ നേരെ തിരിച്ച് അവരെന്താണോ പറയുന്നത് അത് കേൾക്കുക. അവരുടെ ഫിനാൻഷ്യലി നോക്കി നമ്മൾ പെരുമാറാൻ നോക്കുക. അവർക്ക് പൈസ ഉണ്ടാകും, അവർ ചെയ്തു തരുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർക്കില്ലായ്മ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു ഭാര്യ. അവരെന്തെങ്കിലും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കാര്യം നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുക, അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. അവരോട് ഫസ്റ്റ് ചോദിക്കുക, ഇന്ന സാധനം വാങ്ങാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത് വാങ്ങിയില്ല, നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്തില്ല. അപ്പം അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ ദേഷ്യം പിടിച്ച് അവർ പറയുന്നൊന്നും കേൾക്കാതെ നമ്മളങ്ങ് പോകും. അപ്പം നമ്മളുടെ ദേഷ്യം നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ എന്താ പറയണ്ടേ, കുറക്കണം. നമ്മൾ അതൊന്നല്ല വേണ്ടത്. അവരെന്താണോ പറയാൻ വന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം അതിന് നമ്മളെന്താക്കുക, അതിനൊരു റെസ്പോൺസ് കൊടുക്കുക. പക്ഷെ നേരെ തിരിച്ച് നമ്മളാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ നമ്മൾ കുറേ എന്താ പറയണ്ടേ, വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതിയിലാണ് ഒരു കാര്യം പറയാൻ നമ്മൾ അത്രയും സമയം പറഞ്ഞ കഥ കേട്ടിട്ട് അവരെന്താ പറയുക, ആ ഓക്കെ, ആ നല്ല തന്നെ, അല്ലെങ്കിൽ ആ ശരി നോക്കാം, ഈ ഒരു വാക്കേ അവർ വായിന്ന് വീകുള്ളൂ. അവരങ്ങനെയാണ്. അവർ വളഞ്ഞു മൂക്ക് പിടിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കൂല. അവർക്ക് എന്തായാലും അവർ കേൾക്കും, കാര്യം ശ്രദ്ധിച്ച് കേൾക്കും. പക്ഷെ അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ ഓക്കെ നോക്കാം, ഇത്രയൊക്കെ ഉണ്ടാവും. അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ദേഷ്യം വരും. പക്ഷേ അതങ്ങനെയാണ്, ആണുങ്ങൾ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നോക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ
സ്ത്രീകൾക്കൊരു ഏജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെക്ഷുവലായിട്ടുള്ള മൂഡ് നമുക്ക് തീരെ ഉണ്ടാവില്ല. തീരെ ഉണ്ടാവില്ല എന്നല്ല, കുറഞ്ഞു വരും. അത് സ്ത്രീകൾ ഹോർമോണിൻ്റെ ഒരു ഇതാണ്. അപ്പം ആ ഒരു കാരണം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 100 വയസ്സായാലും അവർക്ക് ആ ഒരു മൂഡ് നമ്മൾ 19 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിലുള്ള ഒരാണിന് ഉണ്ടാകുന്ന ഒരു വികാരവും 90 വയസ്സ് 100 വയസ്സിലുള്ള ഒരു വികാരവും സെയിം ആയിരിക്കും. അവർക്ക് അതിലൊരു മാറ്റം വരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. അവരെന്ത് ജോലി ചെയ്താലും അവർക്ക് എന്ത് ടയേർഡ്നെസ് ഉണ്ടായാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ അവർക്ക് എപ്പോഴും ആക്റ്റീവായിരിക്കും. അവരെന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഇഷ്ടമില്ലെങ്കിൽ കൂടി അവർ ആ ഒരു താല്പര്യം കാണിക്കുവാണെങ്കിൽ നമ്മൾ അതിനോട് താല്പര്യം കാണിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചില സ്ത്രീകൾ അത് റിജക്റ്റ് ചെയ്യും. വേണ്ട, എനിക്ക് മൂടില്ല, അല്ലെങ്കിൽ അത് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ഒന്ന് നമ്മൾ പെട്ടെന്ന് നോ പറയുന്നതിന് മുമ്പായിട്ട് ഒന്നിക്ക് അവരോട് കാര്യം അവതരിപ്പിക്കുക. നമുക്ക് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും അതിന് കൈയായിട്ടാണ്, ഇൻഷാ അല്ലാ നാളെ ഇതാക്കുക, അല്ലെങ്കിൽ കഴിയുമ്പോൾ ചെയ്യുക. ആ ഒരു രീതിയിൽ സംസാരിക്കുക. പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാതിരിക്കുക. ആ ഒരു റിജക്ഷൻ അവരുടെ മൈൻഡിൽ എപ്പോഴും ഭയങ്കരമായിട്ടൊരു ദേഷ്യവും ഒരു ഈഗോ ഒക്കെ വരാൻ ഇടയാകും. അപ്പോൾ നമ്മൾ ചില സ്ത്രീകൾ എന്നും ഇതുപോലെ റിജക്റ്റ് ചെയ്യുമ്പം നമ്മളുടെ ഇടയിലുള്ള സ്നേഹം കുറയും. പിന്നെയെന്ന് വെച്ചാൽ ഈ ആണുങ്ങന്മാർ വേറെ ഗേൾസിലേക്ക് തേടിപ്പോവുകയും ചെയ്യും. അപ്പം നമ്മളെന്നും റിജക്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പോവുക. അല്ലാതെ എന്നും സ്നേഹം വാരിക്കോരി കൊടുത്ത് ഇങ്ങനെയുള്ള കെയറിങ്ങും കൊടുത്തിട്ട് എന്നും ഫോൺ വിളിച്ച് സംസാരിച്ചും ചേച്ചിട്ട് ഇഷ്ടങ്ങൾ കൂടാനൊന്നും പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ നോക്കുക. അത് ഏതൊരാണിനും നല്ലൊരു എന്താ പറയണ്ടേ, ഒരു അട്രാക്ഷൻ കൊടുക്കുന്ന ഒന്നാണ് വൃത്തി എന്നുള്ളത്. കണ്ടാൽ തന്നെ ഒരു വൃത്തി തോന്നുമ്പോൾ അവരെന്നും നല്ല സ്നേഹത്തോടെ നല്ല ഒരു കരുതലായിരിക്കും നമ്മളോട്. അപ്പം ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.